ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വീട് വളരെ അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് ബോറടിക്കുമ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുവിനെ വിളിച്ചു വരുത്തി. കിച്ചു അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനുട്ടൻ്റെ വണ്ടിയുമ്പോൾ കയറി റെഡി ആയിട്ടിരുന്നുണ്ട്. ജസ്റ്റ് പോകും, വൈകുന്നേരം ആകുമ്പോൾ വരും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകണം തുടങ്ങിയ വീട് എത്ര വരെ ഷോർട്ട്സ് എടുത്താലും 1 മിനിറ്റിൽ എൻ്റെ തീരും. കാരണം അത്ര അടുത്താണ് ഞങ്ങളുടെ വീട്. പക്ഷേ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഇതിലും അടുത്തായിട്ട് കല്യാണം കഴിച്ച് കുറച്ച് പേര് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ഓണാക്കി വെച്ചു. അതായത് വീട് എത്തണ വരെ എടുത്താലും ഒരു ഷോർട്ടിൻ്റെ ഉള്ളിൽ അത് ഫുള്ള് വീഡിയോ ഇടാൻ പറ്റും. അത്ര അടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ അവിടെ. അച്ഛൻ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവനാദ്യം തന്നെ അച്ഛനെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് പഴയ സാധന ജംഗമ വസ്തുക്കളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പഴയ സ്റ്റിച്ചിങ് സ്കില്ല് ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കാനായിട്ട് എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് ഞാൻ എടുത്തു വെച്ചതാണെന്ന് പറയും. അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ ചിറ്റയുടെ അവിടേക്കാണ് പോണത്. അപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വരണ വരെ ഞാൻ ചിറ്റയുടെ അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് അമ്മ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പണി നടക്കും, എൻ്റെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ അപ്പോൾ ഷാനുട്ടൻ എവിടെയായാലും ഹാപ്പിയാണ്. അവനിങ്ങനെ ഇവിടെ ഷീറ്റും കൂടെ ഇട്ടാറുകൊണ്ട് ഇവിടെ അവിടെയൊക്കെ നല്ല പാസ്സാണ് ആൾക്ക് ഓടി കളിക്കാനൊക്കെ നല്ല സ്ഥലമുള്ളത് കൊണ്ട്. അപ്പോൾ ആൾ വന്ന് ആൾ ഫുള്ളൊക്കെ ഒന്ന് നോക്കി, അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ ഷീറ്റ് മേയാൻ അധികം അവനെ മുറ്റത്തേക്ക് ഇറക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ നൈറ്റിയിലാണ് വർഷങ്ങളായി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ പൊടി തട്ടി എടുക്കണത് കേട്ടോ. അപ്പോഴേക്കും കിച്ചു പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ കൈ കിട്ടാനായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. പണ്ടൊക്കെ എനിക്കായിരുന്നു ഡയറക്റ്റ്. ഇപ്പോൾ പിന്നെ ഷാനുട്ടൻ വന്നതന്നെ ഷാനുട്ടൻ ത്രൂ എനിക്ക് എന്നുള്ളൊരു ഇതാണ്. അവനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിലൊക്കെ എനിക്ക് കുറച്ച് കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സ്ക്വാഷ് കഴിക്കണം. സ്ക്വാഷ് അല്ല, നമ്മുടെ എന്താ പറയുക, റസ്ന കഴിക്കണം, അല്ലെങ്കിൽ ടാങ്ക് കലക്കി വെള്ളം കുടിക്കാനൊക്കെ തോന്നിയിട്ടാണ്. അപ്പോൾ കിച്ച് പോയിട്ട് ടാങ്കും എന്താ പറയുക നൂഡിൽസും വാങ്ങിയിട്ട് വന്നു. നൂഡിൽസ് യിപ്പിയാണ് വാങ്ങിയത്. എനിക്ക് യിപ്പി ഭയങ്കര ഇഷ്ടമാണ്. കാരണം UK യിപ്പി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മാഗിയൊക്കെ സുലഭമായിട്ട് കിട്ടും. പിന്നെ യിപ്പിയിലാകുമ്പോൾ നമ്മൾ വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതിലൊക്കെ ഉള്ള പോലെയാണല്ലോ. അപ്പോൾ അത് കാരണം ഒരു യിപ്പി വാങ്ങിച്ച് ഞങ്ങളത് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ കിച്ചുവാണ് വെള്ളം കലക്കി തരാമെന്ന് പറഞ്ഞത്. പിന്നെ അവൻ പൊക്കോട്ടെ, പാവം പയ്യൻ വാങ്ങിച്ച് വന്നതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ വാങ്ങിച്ചേട്ടാ. ഞാൻ തന്നെ കലക്കിയിട്ടാ. അപ്പോൾ കലക്കി വെച്ചപ്പോഴാണ് എന്നാൽ നൂഡിൽസും കൂടെ ഇപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഫുള്ള് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യിപ്പി. മാഗിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് ഉണ്ടാക്കി. ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ കൊതി തോന്നും. അപ്പോൾ അത് കഴിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാടൊന്നും എനിക്ക് വേണ്ട. പിന്നെ ചില സാധനങ്ങൾ ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. ചോറ്, ഉപ്പേരി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് കഴിക്കും. അല്ലാതെ ഇങ്ങനെ കുറേ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ സാധനം അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഉടച്ചിട്ടാണ് അത് വെള്ളത്തിലേക്ക് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മുടിയുടെ ഒരു കോലമൊക്കെ നോക്കി. എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ ഓരോരുത്തർ വ്ളോഗൊക്കെ എടുക്കുമ്പോഴേ അവർക്ക് എന്ത് ഭംഗിയില്ല കിച്ചണിൽ നിൽക്കണേന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ മുടി എപ്പോഴും ചിപ്പറായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഷാനുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ നൂഡിൽസ്. ഷാനുവിന് ഇങ്ങനത്തെ നൂഡിൽസ്, പിസ്സ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ഈ ഗ്ലാസ് ഒന്ന് കണ്ടോ. ഞാൻ കിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന ഒരു ഗ്ലാസ്സാണിത്. പക്ഷേ ഈ കുടി കഴിഞ്ഞതോടുകൂടി അത് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് വേണമെങ്കിൽ കണ്ടോന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റിലിരുന്ന ഇതൊക്കെ അല്ലേ ഒരു രസം. എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിൽ നിർത്ത് കഴിക്കാമെന്ന് എന്തല്ലേ രസം. ആ ഗ്ലാസ് പൊട്ടി. അത് തുടയ്ക്കാനാണ് ചിറ്റ തുണി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഏകദേശം അവസ്ഥ അതിൻ്റെ എത്ര വർഷങ്ങളായിന്നറിയോ. ഞാനൊക്കെ ഒരു 10-ലല്ല, അവർ ആ വീട് പണിത സമയത്ത് കിട്ടിയതാണ് ആ ഗ്ലാസ്. അന്ന് മുതൽ ഇതുപോലെ ഓരോ ക്രേവിങ്സ് വരുമ്പോൾ അപ്പം തന്നെ കിച്ചു റസ്ന കലക്കുന്ന ഒരു ഗ്ലാസ്. അപ്പം ഞങ്ങൾ ഇതിലാണ് കുടിക്കൽ. അത്രയും വർഷം പഴക്കമുള്ള ഗ്ലാസ് ഷാനുട്ടൻ ഒരാൾ പൊട്ടിച്ചു. ഷാനുട്ടൻ എവിടെ പോയാലും ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസ്സൊക്കെയാണ് അത് സ്ഥിരമാണ് കേട്ടോ. അപ്പോൾ അവന് ഫോർക്കൊക്കെ വേണം, ഫോർക്ക്, സ്പൂൺ. അവൻ ശരിക്കും സായിപ്പിൻ്റെ മാതിരിയ ഭക്ഷണം കഴിക്കുക. കഞ്ഞിയും ചോറൊക്കെ അവൻ ഇത് തന്നെയാണ്. ചിലപ്പോൾ 2 കൈയും വാരി ഒരു മാനേഴ്സ് ഇല്ലാണ്ടും കഴിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അവൻ കുറച്ച് കിച്ചുവിന് വായിൽ വെച്ച് കൊടുക്കും, എനിക്ക് വായിൽ വെച്ച്, ചിറ്റയ്ക്ക് വായിൽ വെച്ച് കൊടുക്കും, കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ കുറച്ച് ഇതുകളാണ്. പിന്നെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ വച്ചു കൊടുത്ത് തുടങ്ങിയത്. അവിടെ കാർപ്പറ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് ഇതൊക്കെ വച്ചു കൊടുത്ത്
പോയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് കാരണം കൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ കൊടുത്ത് അതുകൊണ്ട് തന്നെ ഒരു 1 മന്ത് ആവുന്നുള്ളതെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് തന്നെ അവൻ ഫുഡ് കഴിക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. മരത്തിൻ്റെ പൊടി രുചിച്ച് നോക്കാണ് കേട്ടോ കുട്ടി. അമ്മാമ്മ ഒരു തല്ലൊക്കെ തല്ലുണ്ട്. അപ്പോൾ ഇതാണ് കുട്ടിയുടെ ഒരു അവൻ അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ അച്ഛനിങ്ങനെ ചെയ്യണ കണ്ടുമല്ലോ, അപ്പോൾ അതാണ് അവൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടിയ പോലെ തന്നെ അവനും കിട്ടുന്നുണ്ട് നല്ല അടി. അപ്പോൾ ഓരോന്ന് അച്ഛൻ ചെയ്ത പോലെയൊക്കെ ചെയ്ത് നോക്കുകയാണ്. ഇനി നിങ്ങൾ കുറച്ച് നേരം കണ്ടോളൂ കുട്ടിയുടെ ഓരോരോ ലീലാവിലാസങ്ങൾ അച്ഛനിരുന്ന് ചെയ്ത അതേ രീതിക്ക്. എനിക്ക് അതിലും നാണക്കേടൊന്നുമില്ല കേട്ടോ അങ്ങനെ, കാരണം ഏതെങ്കിലുമൊക്കെ പണി അറിയുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. നമ്മൾ പുറം രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അറിയണം. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എപ്പോഴും ഒരു ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തിയൊന്നുമില്ല. അറിയണത്തോളം അറിയട്ടെ. നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അറിയാം ഓരോന്നിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അച്ഛൻ പിടിച്ചിട്ട് പിന്നെ അച്ചാച്ചൻ മോൻ സ്നേഹപ്രകടനങ്ങളാണ്, ഭയങ്കര സ്നേഹപ്രകടനമാണ് അച്ചാച്ചനും മോനും തമ്മിൽ കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്